മൊബൈൽ ഫോൺ താഴെ വെച്ച് നേരമില്ലല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ. മൊബൈലിന്റെ മായിക ലോകത്ത് പറന്ന് നടക്കുകയാണ് അവർ. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ പഴിയേക്കുന്ന ഒന്ന് തന്നെയാണ്, മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതേ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു കൊച്ചു കുട്ടിയെ രക്ഷിച്ച സംഭവത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കുട്ടിയെ കാറിലിരുത്തി താക്കോൽ അകത്ത് വെച്ച് ഡോർ അറിയാതെ ലോക്കായിപ്പോയി. മൊബൈൽ ഫോണിൽ വീഡിയോ കാണിച്ച് ഒരു യുവാവ് ആ കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നു. കെ ബി ശ്രീധരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീധരൻ, ഇങ്ങനെയൊക്കെ ഓരോ സംഭവം ഉണ്ടായി അപകടത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും അന്നേരം കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് കണ്ടാണ്. ഒരുപക്ഷെ ആ കുഞ്ഞിന് അത് കണ്ട് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് ആ വീഡിയോ കണ്ടിട്ട് ഡോറ് തുറക്കാനായത് എന്ന് തന്നെ പറയണമല്ലേ. ശരിക്കും അതല്ലായിരുന്നുവെങ്കിൽ ഈ വാർത്ത ശരിക്കും നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല കൊടുക്കേണ്ടിയിരുന്നത്. ഏതായാലും ഈ ഫോണൊക്കെ ഉപയോഗിച്ച് എല്ലാ സമയത്തും അങ്ങ് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ നല്ല കാര്യങ്ങളൊക്കെ മൊബൈല് കുഞ്ഞുങ്ങളെ കാണിച്ചാലും അത് അവർക്ക് ഉൾക്കൊള്ളാനും അതേ രീതിയിൽ അവർക്ക് തിരിച്ച് പ്രതികരിക്കാനും പറ്റും. തീർച്ചയായിട്ടും ഇതൊരു ദുരന്ത വാർത്തയായിട്ട് പരിണമിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഈ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഇതിനു മുൻപ് ഒരുപാട് ഇത്തരം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ കുട്ടികൾ വാഹനത്തിനുള്ളിൽ പെട്ട് അതിനുള്ളിൽ ലോക്കായി ശ്വാസം മുട്ടി മരിക്കുക, അതൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ പെഡപ്പള്ളിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു യുവാവ് എന്നാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. അതായത് ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞ് അച്ഛനും അമ്മയും കുട്ടിയും കൂടി കാറിൽ വരികയാണ്. ഒരു സ്വീറ്റ് ഷോപ്പിന്റെ അടുത്ത് വെച്ച് ഈ കാറ് നിർത്തി കുട്ടിയെ കാറിനുള്ളിൽ ഇരുത്തി ഈ അച്ഛനും അമ്മയും ഈ സ്വീറ്റ് ഷോപ്പിലേക്ക് പോയി. പക്ഷെ അബദ്ധത്തിൽ താക്കോൽ എടുക്കാൻ മറന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ പറയുന്നത്. ഏതായാലും അവരാകെ പരിഭ്രാന്തരായി. കുട്ടിയെ അകത്തുനിന്ന് പുറത്തെടുക്കാൻ ആകുന്നില്ല, ഗ്ലാസ് പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ക്രൂ ഡ്രൈവറൊക്കെ അച്ഛൻ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അത് വാതിൽ തുറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊരു യുവാവ് പെട്ടെന്ന് വരികയും ആ യുവാവിന് തോന്നിയൊരു ബുദ്ധി എന്നുള്ളത് യൂട്യൂബിൽ ഈ കാറ് ലോക്കായാൽ എങ്ങനെ തുറക്കാം എന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ അയാൾ പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്ത് ചില്ലിന് ഉള്ളിൽ കൂടി കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ കുട്ടി എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ള എല്ലാ കുട്ടികളും ഫോണൊക്കെ ഉപയോഗിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പെട്ടെന്ന് ഈ വീഡിയോ അത് കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അയാൾ പറഞ്ഞു കൊടുത്ത പോലെ ആ കുട്ടി ചെയ്തു. അങ്ങനെ വാതിൽ തുറന്ന് കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു. ഏതായാലും അവസാനം ഇതിന്റെ ക്ലൈമാക്സ് എന്നുള്ളത് ഒരു പുഞ്ചിരിയിലാണ് അവസാനിച്ചത്. അത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനം അവരെല്ലാം അങ്ങനെ നിൽക്കുന്നത്, ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴായിരിക്കും നമുക്കൊരു ആശ്വാസം. എന്തോ ഒരു ഭാഗ്യം അത് തന്നെ വേണം ശരിക്കും ഇക്കാര്യത്തിലും പറയാൻ. ആ കുഞ്ഞിന് ആ സമയം ആ വീഡിയോ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിലും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നെങ്കിലും അല്ലെങ്കിൽ ആ മൊബൈൽ വീഡിയോ കണ്ടിട്ട് ആ കുഞ്ഞ് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ദുരന്തത്തിലേക്ക് തന്നെ പരിണമിച്ചേനെ. ഏതായാലും ആ കുട്ടീനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി ശ്രീധർ, ഈ മൊബൈലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് അറിവ് കൂടാൻ പാകത്തിനുള്ള വീഡിയോസ് ഒക്കെ ശരിക്കും മൊബൈൽ ഫോണിലുണ്ട് കേട്ടോ. രക്ഷകർത്താക്കളൊക്കെ മാതാപിതാക്കളൊക്കെ അത് തന്നെ ആ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചാൽ നല്ലതായിരിക്കും. എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞോട് അടയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഏറെക്കുറെ നമ്മുടെ കയ്യിലും ഒക്കെ ഉണ്ട് ചെറിയ തെറ്റൊക്കെ. ശരി ശ്രീധരൻ.